പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്തോനേഷ്യയിലെ ബാലിയിലാണ് ഞാൻ. ഇന്തോനേഷ്യയിൽ ഒരുപാട് ഐലൻഡുകളുണ്ട്. അത് പെട്ട ഒരു ഐലൻഡാണ് ബാലി. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഞാനിവിടെ വന്നതിൻ്റെ കാരണം ഒപ്പോ എന്ന് പറഞ്ഞ ഫോൺ ബ്രാൻഡ് ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ ഏറ്റവും വില കൂടിയ അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ഫോണായിട്ടുള്ള ഒപ്പോ ഫൈൻഡ് X8 എന്ന് പറഞ്ഞ ഫോണ് 9 ഇതാണ്, അല്ല 8 തന്നെ. ഫൈൻഡ് X8 എന്ന് പറഞ്ഞ ഫോണ് ഇന്തോനേഷ്യയിൽ ബാലിയിൽ വെച്ചിട്ടായിരുന്നു ലോഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലോഞ്ച് ഇവൻറ്റിൽ ആ ഒരു ലോഞ്ച് ഇവൻറ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരു ഗസ്റ്റായിട്ടും അതേപോലെ ലോഞ്ച് ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ക്യാമറയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഫോണാണ്. അപ്പോൾ ആ ഫോണുമായിട്ട് ഇന്തോനേഷ്യക്ക് ഇറങ്ങി കുറച്ച് ഫോട്ടോ എടുക്കുക എന്നുള്ളതുമാണ് എൻ്റെ ഇപ്രാവശ്യം കൊണ്ട് വരാണ്ടായിരുന്ന ആ ഒരു വർക്ക്. അപ്പോൾ ഞാൻ വന്നിട്ടിപ്പോൾ അത് 5ാമത്തെ ദിവസമാണ്. ഫസ്റ്റ് ഡേ ഒരു റെസ്റ്റ് ഡേ ആയിരുന്നു. 2ാമത്തെ ദിവസം നമ്മുടെ ലോഞ്ച് ഇവൻ്റ് ആയിരുന്നു. 3ാമത്തെയും 4ാമത്തെയും ദിവസം ഞാൻ ഈ ഫോണുമായിട്ട് ഇന്തോനേഷ്യൻ്റെ അല്ലെങ്കിൽ ബാലിൻ്റെ പല സ്ഥലങ്ങളിലും കറങ്ങിയിട്ട് ആ ഫോണിൽ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കരുത്. അപ്പോൾ ആ വർക്ക് ഫിനിഷായി. അപ്പോൾ ഏതായാലും ഇത്രയും ദൂരം ഞാൻ വന്നതല്ല. അപ്പോൾ ഞാൻ ഒപ്പോനോട് പറഞ്ഞു, ഏതായാലും വരുന്ന സ്ഥിതിക്കിൻ്റെ റിട്ടേൺ ടിക്കറ്റ് നിങ്ങളൊരു 5 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ആയിട്ട് ബുക്ക് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട് ഒരു 5 ദിവസം കൂടെ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഉണ്ട്. ഇപ്പോൾ ഞാനൊരു കാറ് റെൻറ്റിന് എടുത്തിട്ടുണ്ട്. ഹോണ്ട ബ്രേവ് ആണ് ഞാൻ റെൻറ്റിന് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റെൻറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇന്തോനേഷ്യൻ റുപ്പേൻ്റെ മൂല്യം അറിയില്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ഒരു ദിവസം 3 ലക്ഷം രൂപയാണ് ഈ ഒരു കാറിൻ്റെ റെൻറ്റ്. നിങ്ങൾ അധികം ഞെട്ടണ്ട. അത് നമ്മളെ ഇന്ത്യൻ റുപ്പീസിലേക്ക് മാറ്റുമ്പോൾ ഏകദേശം ഒരു ദിവസം 1500 അല്ലെങ്കിൽ 1600 ഇടയിലെ ആ ഒരു പൈസ വരുള്ളൂ. നമ്മുടെ ഒരു ഇന്ത്യൻ രൂപ കൊടുത്തു കഴിഞ്ഞാൽ 188 ഇന്തോനേഷ്യൻ റുപ്പയ കിട്ടും. അത്രയും മൂല്യം കുറവാണ് ഇന്തോനേഷ്യൻ റുപ്പയ്ക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ റെൻറ്റിനെടുത്തിരിക്കുന്ന വണ്ടി. കാണാൻ ഭംഗിയുള്ള ഏതോ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്താണ് ഞാൻ അവിടെ വണ്ടി സൈഡാക്കിയിരിക്കുന്നത്. അപ്പോൾ കാറുമായിട്ട് ബാലി എക്സ്പ്ലോർ ചെയ്യുന്ന നമ്മുടെ 5 ദിവസത്തിലെ ആദ്യത്തെ ദിവസമാണിന്ന്. ഇത് നമ്മുടെ 2ാമത്തെ വീഡിയോ എന്ന് പറഞ്ഞില്ല. അപ്പോൾ ആദ്യത്തെ വീഡിയോ ആ ഒരു ലോഞ്ച് ഇവൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആയിരുന്നു. അത് കാണാത്ത ആൾക്കാർ അത് പോയിട്ട് കാണണം നിർബന്ധമൊന്നുമില്ല. അത്ര മുന്തിയ ഒരു വീഡിയോ ഒന്നല്ല. അതൊരു കോർപ്പറേറ്റ് ഇവൻ്റ് ആണല്ലോ. അപ്പോൾ ആ ഇവൻറ്റ് കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. മാത്രമല്ല ഇവൻറ്റ് കഴിഞ്ഞിട്ടുള്ള 2 ദിവസം ഞാൻ ഇന്തോനേഷ്യ എക്സ്പ്ലോർ ചെയ്യുന്നത് ആ വീഡിയോയിൽ കാണിക്കുന്നില്ല. കാരണം ഫോൺ കൊണ്ട് ഓടി നടന്നിട്ട് ഫോട്ടോയും വീഡിയോ എടുക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ വ്ളോഗ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും നമുക്ക് കുറച്ച് ദിവസം എക്സ്ട്രാ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നമുക്ക് വൃത്തിയായിട്ട് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബാലി എന്നുള്ള നമ്മുടെ 2ാമത്തെ വീഡിയോ. എന്നാൽ ബാലി എക്സ്പ്ലോർ ചെയ്യുന്ന നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണിത്. ഈ ഒരു ക്യാമറ മൗണ്ട് ചെയ്ത് വെക്കാനുള്ള മൗണ്ടൊന്നും ഇതിലില്ല. റെൻറ്റ് ചെയ്ത വണ്ടിയാണല്ലോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ പല സ്ഥലത്തും അഡ്ജസ്റ്റ്മെൻ്റ് ആക്കി വെച്ചിട്ട് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. പിന്നെ ഈ വണ്ടി എടുത്തതിനെ പറ്റി പറഞ്ഞുതരാം ഞാൻ. ഇവിടുത്തെ എല്ലാ വണ്ടിക്കും ഇങ്ങനെ നല്ല കൂളിംഗ് ടിൻ്റ് ഉണ്ട് കേട്ടോ. മാത്രമല്ല നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ്സിന് വരെ ടിൻ്റ് ഉണ്ട്. അതായത് വെയിൽ സ്ട്രോങ് ആയിട്ട് ഉള്ളിലേക്ക് അടിക്കില്ല. അതേപോലെ തന്നെ സാച്ചുറേഷൻ ഇച്ചിരി കുറഞ്ഞിട്ട് അല്ലെങ്കിൽ കളർ കുറഞ്ഞിട്ടാണ് ഞാൻ മുമ്പിലെ ഈ ചില്ലിലൂടെ പുറത്തുള്ള കാഴ്ചകൾ കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ക്യാമറ കൊണ്ട് മുമ്പിലെ കാഴ്ചകൾ കാണിക്കുമ്പോൾ ഇച്ചിരി കളർ ഡള്ളായിരിക്കും. ക്ഷമിക്കുക, നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. എൻ്റെ ഗ്ലാസ് അങ്ങനെയാണ് വരുന്നത്. പിന്നെ ബാലി എന്നുള്ള നമ്മുടെ ഈ 5 വീഡിയോസ് കാണാൻ പോകുന്ന ആളുകൾക്ക് ഞാൻ ഒരു ഡിസ്ക്ലൈമർ തരാം. ഒരു ആവറേജ് മലയാളി പൊട്ടൻ ഇന്തോനേഷ്യയിലെ ബാലിയിൽ വന്നാൽ ഒറ്റയ്ക്ക് എങ്ങനെ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ സ്ഥലത്ത് ഈസി ആയിട്ട് എങ്ങനെ പോവാം, ഇതാണ് നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ കാറ് റെൻറ്റിനെടുക്കാനായിട്ട് കൊടുത്തത് എൻ്റെ പാസ്പോർട്ടായിരുന്നു. അതേപോലെ ദിവസം 3 ലക്ഷം രൂപ റെൻറ്റിന്, ദിവസം 3 ലക്ഷം റുപ്പയ റെൻറ്റിന് പുറമെ കാറിന് മൊത്തത്തിലൊരു 5 ലക്ഷത്തിൻ്റെ ഡെപ്പോസിറ്റ് നമ്മൾ വേറെ കൊടുക്കണം. ഇതൊക്കെ ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പീസിലേക്ക് മാറ്റുമ്പോൾ 2500 രൂപ ഡെപ്പോസിറ്റേ ഉള്ളൂ. റെൻറ്റ് ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റുമ്പോൾ ഏകദേശം 1500 രൂപ ആണ് ഒരു ദിവസം വരുന്നത്. പെട്രോളിന് നമ്മുടെ ഇന്ത്യൻ റുപ്പീസിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 50 രൂപയാണ് പെട്രോളിൻ്റെ ഇവിടുത്തെ വില. എന്താ അല്ലേ? ഇത്രയാണ് കാറ് റെൻറ്റിനെടുക്കാനുണ്ടായ ചിലവുകളും അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ. ഒരു ഡിഫിക്കൽറ്റി ഉണ്ടായില്ല. ഞാൻ പോയി 2-3 മിനിറ്റ് കൊണ്ട് പേപ്പർ വർക്കും പേയ്മെൻറ്റൊക്കെ ക്ലിയർ ആക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഞാനിവിടെ ക്യാഷ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വിസ കാർഡ് അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ്, ഇത് രണ്ടും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ബൈ ഡിഫോൾട്ട് സ്കാം എന്നൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ബൈ ഡിഫോൾട്ട് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നമ്മുടെ കാർഡിൽ ഡിസേബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മറ്റൊരു കൺട്രി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ കാർഡ് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ബാങ്കിൽ പോയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ബാങ്കിൻ്റെ ആപ്പ് വെച്ചിട്ടോ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ കാർഡിൽ ഇനേബിൾ ചെയ്യാൻ ഓർമ്മിക്കുക.
അത് ഒരു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം OTP ചോദിക്കും. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ വർക്ക് ചെയ്യില്ലല്ലോ, അപ്പോൾ OTP നമ്മുടെ ഫോണിലേക്കും വരിക. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഇനേബിൾ ചെയ്യാൻ ചിലപ്പോൾ OTP ചോദിക്കുന്ന സാഹചര്യമാണെങ്കിൽ നമുക്ക് ഇനേബിൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നാട്ടിൽ നിന്ന് അത് ചെയ്തിട്ട് വരിക. വിസ കാർഡും മാസ്റ്റർ കാർഡും ഒരുവിധം എല്ലാ കടകളിലും അല്ലെങ്കിൽ പമ്പ് ATMലൊക്കെ നമുക്ക് എടുക്കും, പൈസ വിഡ്രോ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇന്തോനേഷ്യൻ റുപ്യ കുറച്ചെണ്ണം ഞാൻ കാണിച്ചു തരാം. ഇതൊരു 2000-ൻ്റെ നോട്ടാണ്. 2000-ൻ്റെ നോട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ തീരെ വാല്യൂ ഇല്ലാത്ത നോട്ടാണ്. ഞാൻ എളുപ്പത്തിൽ എങ്ങനെ ഇവിടുത്തെ പൈസനെ കൺവേർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു നമ്പറിൻ്റെ ലാസ്റ്റത്തെ 2 അക്കം കട്ട് ചെയ്യുക. അപ്പോൾ 2 ഇതിലിപ്പോൾ 2 കട്ട് ചെയ്തിട്ട് അതിൻ്റെ പകുതിയാണ് നമ്മുടെ ഇന്ത്യൻ വാല്യൂ. അപ്പോൾ ഇത് 2000 ആണെങ്കിൽ 2 കട്ട് ചെയ്താൽ 20, അതിൻ്റെ പകുതി 10 രൂപ. അപ്പോൾ നമ്മുടെ നാട്ടിലെ 10 രൂപേൻ്റെ വില ഇവിടുത്തെ 2000-നുള്ളൂ. ഇത് 50,000-ൻ്റെ നോട്ടാണ്. ഇവിടെയുള്ള ഏറ്റവും വലിയ നോട്ട് 1 ലക്ഷത്തിൻ്റെ നോട്ടാണെന്ന് തോന്നുന്നത്. എനിക്കിതുവരെ ATM കിട്ടിയ ഏറ്റവും വലുത് 1 ലക്ഷമാണ്. അപ്പോൾ ഈ 50,000-ൻ്റെ വാല്യൂ ആണ് 2 കട്ട് ചെയ്യുക 500, അതിൻ്റെ പകുതി 250 രൂപ. അപ്പോൾ 250 രൂപ വാല്യൂ ഉള്ളൂ ഈ ഒരു 50,000-ൻ്റെ നോട്ടിന്. ഇത് കൃത്യമായ കണക്കല്ല, ആക്യുറേറ്റ് അല്ല, ഇത് ഞാൻ ഏകദേശ കണക്കാണ്. ഇത് കൃത്യമായ കണക്കാണെങ്കിൽ ഒരു ഇന്ത്യൻ റുപ്പിക്ക് നമുക്ക് 200 ഇന്തോനേഷ്യൻ റുപ്യ കിട്ടണം. നമുക്കിവിടെ 188 കിട്ടുന്നുള്ളൂ. പക്ഷേ നമ്മൾ എത്ര വാല്യൂ ആണ് സ്പെൻഡ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇതൊരു എളുപ്പക്കണക്കാണ്. പിന്നെ ഇവിടുത്തെ വണ്ടി ഓടിക്കാനായിട്ട് ഞാൻ ഒരു സ്പെഷ്യൽ പെർമിറ്റ് എടുത്തിട്ടുണ്ട്. ഇതിന് IDP അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡ്രൈവേഴ്സ് പെർമിറ്റ് എന്നാണ് പറയുക. ഇത് നമുക്ക് ഓൺലൈനായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് എടുക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ഇങ്ങനെ കാർഡായിട്ട് കിട്ടണമെങ്കിൽ ഒരു 3-4 ദിവസം കഴിയും നമ്മുടെ വീട്ടിലേക്ക് അത് പാർസൽ തരാനായിട്ട്. പക്ഷേ ഇതിൻ്റെ ഡിജിറ്റൽ ഡോക്യുമെൻ്റ് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് കിട്ടും. ഏകദേശം ഇതിൻ്റെ കൃത്യമായ ചിലവ് എനിക്ക് ഓർമ്മയില്ല, ഏകദേശം 5000 രൂപയിൽ താഴെ 3 വർഷം വാലിഡിറ്റി ഉള്ള ഈ ഒരു സാധനം എടുക്കാൻ എനിക്ക് ചിലവായിട്ടുള്ളൂ. ഇത് ഇൻ്റർനാഷണൽ ഡ്രൈവേഴ്സ് ലൈസൻസ് അല്ല, ഇത് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ആണ്. അതായത് നമുക്ക് ഓൾറെഡി ഏതെങ്കിലും ഒരു കൺട്രിയിൽ ഒരു വാലിഡ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇതും നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് ഉണ്ടല്ലോ, അത് രണ്ടും കൂടെ കാണിക്കുമ്പോഴാണ് ഇത് പൂർണ്ണമാകുന്നത്. അപ്പോൾ ഇത് ഇൻ്റർനാഷണൽ ഡ്രൈവേഴ്സ് ലൈസൻസ് അല്ല. അതും പിന്നെ ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, ടൂറിസ്റ്റുകൾക്ക് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ മറ്റൊരു കൺട്രി പോയിട്ട് അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഒക്കെ എടുത്തിട്ട് ഇതും കൊണ്ട് നമുക്ക് ഓടിക്കാൻ പറ്റില്ല. ടൂറിസ്റ്റുകൾക്ക് മാത്രമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വണ്ടി ഓടിക്കാനായിട്ട് നമുക്ക് വേണ്ടി വരുന്നത്. ഇനി നമുക്കങ്ങോട്ട് യാത്ര തുടങ്ങാം. ഞാൻ റെൻറ്റിന് എടുത്തിരിക്കുന്നത് ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. എനിക്ക് മാനുവൽ വണ്ടികളാണ് ഇഷ്ടം, പക്ഷേ ഇവിടെ ഫുൾ ഓട്ടോമാറ്റിക്കാണ്, മാനുവൽ കിട്ടിയില്ല എനിക്ക്. അപ്പോൾ ഇന്ന് അല്ലെങ്കിൽ നമ്മുടെ ബാലി എക്സ്പ്ലോറിങ് ഡേ 1 നമ്മൾ പോകുന്നത് ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഒരു അൽക്കുലത്ത് പേരാണ്, പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ ഞാൻ മാപ്പിലിട്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ട് ഞാൻ അതിൻ്റെ പേര് പറഞ്ഞുതരാം. പിന്നെ ഞാനൊരു എക്സ്റ്റേണൽ ഹെൽപ്പും എടുക്കാതെ അല്ലെങ്കിൽ ആരോടും ചോദിക്കാതെയും പറയാതെയും വലിയ പ്ലാൻ ചെയ്യാതെ അല്ലെങ്കിൽ ടൂർ പാക്കേജുകൾ എടുക്കാതെ ഒക്കെയാണ് ഞാനിവിടെ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ഒന്നുമില്ല, നമ്മൾ ഗൂഗിളിൽ ഓരോ സ്ഥലങ്ങൾ ഇമേജ് സെർച്ചൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നു, അത് നേരെ ഗൂഗിൾ മാപ്പ് ഇടുന്നു, നമ്മളെ ഫോണിൽ മാപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് പോകും. ഇത്രയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് പ്ലാനോ അല്ലെ ടൂർ പാക്കേജൊന്നും എടുക്കാതെ ഇന്തോനേഷ്യയിൽ വരുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ ഇത് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, നമുക്കിങ്ങനെ ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. ചെറുതായിട്ട് മഴ കയറുന്നുണ്ട്. ഞാനത് ഗൂഗിൾ മാപ്പ് ഫോണിലാക്കിയിട്ട് തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ച ഇന്തോനേഷ്യ ഇങ്ങനെ അല്ലേ കേട്ടോ. ഇന്തോനേഷ്യയിൽ ഇങ്ങനെ സിറ്റി വിട്ട് കഴിഞ്ഞാൽ കുറേ കുഗ്രാമങ്ങളും അല്ലെങ്കിൽ ഫുൾ ഇങ്ങനെ കാട് പിടിച്ച കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ വിചാരിച്ചത്. കാട് പിടിച്ച സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ഞാൻ ഇത്രയും ഇതിലൊക്കെ വണ്ടി ഓടിച്ചിട്ട് എല്ലാ സ്ഥലവും ഭയങ്കര ഡെവലപ്ഡാണ്. എല്ലാ സ്ഥലത്തും ടൂറിസ്റ്റുകൾ, ഹോട്ടൽ, റെസ്റ്റോറൻറ്റുകൾ, ചെറിയ ചെറിയ ഷോപ്പിംഗ് മാളല്ല, സൂപ്പർ മാർക്കറ്റുകൾ, ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റുകൾ, അങ്ങനെ ഭയങ്കര ഡെവലപ്ഡാണ് ഇതിൻ്റെ ഇവിടുത്തെ ഓരോ മുക്കും മൂലയും. പിന്നെ ചെറിയ ഐലൻഡാണ്, ഒരു അറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് ഒരു 2.5 അല്ലെങ്കിൽ 3 മണിക്കൂറിൻ്റെ ഡ്രൈവ് കൊണ്ട് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഐലൻഡിൻ്റെ വലിപ്പം. പിന്നെ ഇവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചർ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള ഡ്രൈവർമാർ ഏറ്റവും മാന്യമായിട്ട് വണ്ടി ഓടിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അതാണ് ഇവിടുത്തെ ഏറ്റവും ഒരു മോശം അവസ്ഥ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഇതുവരെ എൻ്റെ സ്കെയിലിൽ ഞാനിവിടെ ആരും റോഡ് റേജ് ഒന്നും കണ്ടില്ല. ഇവിടുത്തെ ഞാൻ ആദ്യം 1-2 ദിവസം ടാക്സിയിൽ യാത്ര ചെയ്തിരുന്നു. അപ്പോൾ ഈ ടാക്സിക്കാർ ഇങ്ങനെ ഓരോ ആളുകൾ പലതും ചെയ്യുമ്പോൾ ഇവന്മാരെ അവരുടെ ഭാഷയിൽ ചീത്തൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അതായത് അവർക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് ഇവിടുത്തെ ഡ്രൈവർമാരോട്, മറ്റു ഡ്രൈവർമാരോട്. അപ്പോൾ ഇവരുടെ കണ്ണിൽ അത് റോഡ് റേജോ അല്ലെങ്കിൽ ബാഡ് ഡ്രൈവിംഗ് ഒക്കെയാണ്. പക്ഷേ എൻ്റെ കണ്ണിൽ, നമ്മൾ കേരളത്തിൽ നിന്നും ഇന്ത്യയിലെ പല സംഭവങ്ങളും കണ്ടുവന്ന എൻ്റെ കണ്ണിൽ
അത് വളരെ വൃത്തിയുള്ള മാന്യമായ ഡ്രൈവിംഗ് ആണ്. അപ്പോൾ നല്ല ഡ്രൈവിംഗ് കൾച്ചർ എനിക്ക് ഇവിടുത്തെ ഇഷ്ടപ്പെട്ടു. എൻ്റെ കൾച്ചർ ഇവർക്ക് ഇഷ്ടപ്പെടുന്നുള്ള എൻ്റെ വീഡിയോ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി എക്സ്ട്രാ കെയർഫുള്ളായിട്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. ഏതായാലും മഴ നല്ല രീതിക്ക് പെയ്യുന്നുണ്ട്. ഇതുവരെ മഴ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ തുടങ്ങിയതാണ്. വെള്ളച്ചാട്ടത്തിലൊക്കെ പോകുമ്പോൾ നല്ല വെയിലുണ്ടെങ്കിലാണ് നല്ല ഭംഗിയിലോട്ട് കിട്ടുക. പക്ഷേ എന്താ ചെയ്യുക, ഒന്നും ചെയ്യാനില്ല. ഇത് നമുക്ക് കുറച്ചുകൂടെ വെള്ളമൊക്കെ നനഞ്ഞിങ്ങനെ കുറച്ചുകൂടെ പച്ചയൊക്കെ കുറച്ചും കൂടെ ഒരു പച്ചപ്പായിട്ടും അതേപോലെ റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തൽക്കാലം അങ്ങനെ സമാധാനിക്കാം. ഏതായാലും നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട്. പുറത്ത് നല്ല ഇരുടാണ്. നിങ്ങളിപ്പോൾ ക്യാമറയിൽ വിഷ്വൽ കുറച്ച് വെളിച്ചത്തിലാണ് കാണുന്നത്. ശരിക്കും ഇവിടെ നല്ല രീതിക്ക് ഇരുട്ടുണ്ട്. ആ ബോർഡിൽ പെറ്റ്സൺ കിന്താമണി എന്ന് കാണുന്നുണ്ട്. അപ്പോൾ കിന്താമണി റൂട്ടിലൊക്കെ നമ്മൾ ഇന്ന് അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലായിട്ട് പോകും. ഇവിടെ ഉള്ള ചെറിയൊരു മൗണ്ടൈൻ റേഞ്ച് ഉണ്ട്, അതിൻ്റെ പേരാണ് കിന്താമണി. ഇവിടെ മെയിനായിട്ട് ഞാൻ അങ്ങനെ മാപ്പിൽ നോക്കിയപ്പോൾ ആ ഒരു ഏരിയയിൽ 3 മൗണ്ടൈൻ റേഞ്ചുകളുണ്ട്. അപ്പോൾ 3 സ്ഥലത്തും പോകാൻ നമുക്ക് പ്ലാൻ ഉണ്ട്. ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഇപ്പോൾ ഏതായാലും സമയം എൻ്റെ വാച്ചിൽ ഇപ്പോൾ ഇന്ത്യൻ ടൈമാണ്. പിന്നെ ഇന്ത്യൻ ടൈമും ഇന്തോനേഷ്യൻ ടൈമുമായിട്ട് ഏകദേശം 2.5 മണിക്കൂറിൻ്റെ വ്യത്യാസമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിൽ 1 മണിയായിട്ടുണ്ടെങ്കിൽ ഇവിടെ 2, 3, 3:30 ആയിട്ടുണ്ടാവും. എൻ്റെ വാച്ചിൽ നോക്കുമ്പോൾ ഇപ്പോൾ 11:30 സമയം. അപ്പോൾ ഇവിടെ 12:30, 1:30, 2 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ വിശക്കുന്നുണ്ട്. അപ്പോൾ വന്നിട്ടിപ്പോൾ 5 ദിവസം ആയല്ലോ. അപ്പോൾ എൻ്റെ ഇന്ത്യൻ സിസ്റ്റം, എൻ്റെ ബോഡി ടൈമിങ്ങും നല്ല ഇന്ത്യയിൽ ഇപ്പോൾ ഇന്തോനേഷ്യയിലേക്ക് മാറിയിട്ടുണ്ട്. 2 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഫുഡ് കണ്ടുപിടിച്ചിട്ട് ഫുഡ് കഴിക്കാം. ഞാനിപ്പോൾ മാപ്പ് മാറ്റിയിട്ട് ഒരു ഫുഡ് സ്പോട്ടിലേക്ക് ഇട്ട് ഇവിടുന്ന് 200 മീറ്റർ കഴിഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് കാണിക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം. പിന്നെ നമ്മൾ പോകുന്ന വാട്ടർഫോളിൻ്റെ പേര് കിട്ടിയിട്ടോ, ലേക്ക് എന്നാണ് ആ ഒരു വാട്ടർഫോളിൻ്റെ പേര്. അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഗൂഗിൾ മാപ്പിൽ ആ ഒരു സ്ഥലം ക്ലോസ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരു വാട്ടർഫോളൊക്കെ എങ്ങനെ അവരൊക്കെ ക്ലോസ് ചെയ്യാൻ പറ്റുക? അപ്പോൾ എന്തായാലും സാധനം അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ മാപ്പിലിട്ടിട്ട് അങ്ങോട്ട് പോവുകയാണ്. അഥവാ പോയിട്ട് അത് അവിടെ ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു വാട്ടർഫോൾ, അവിടെ കുറച്ച് കിലോമീറ്ററുകൾ പോയാൽ മറ്റൊരു വാട്ടർഫോൾ കാണിക്കുന്നുണ്ട്, ഓപ്പൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് എൻ്റെ ബാക്കപ്പ് പ്ലാന്. നമ്മൾ ഫുഡ് കഴിക്കാനുള്ളൊരു സ്ഥലത്തെത്തി. നല്ല മഴ ചെയ്യുന്നതുകൊണ്ട് ഇറങ്ങി ഒരു ഒറ്റ ഓട്ടം കൊടുക്കേണ്ടി വരും. ഈ ഹോട്ടൽ ഡോറിനോട് പാരലായിട്ട് വെക്കുക, അതാകുമ്പോൾ ഇറങ്ങി ഓടാനൊരു സുഖം. ലോക്കൽ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻ്റ് ആണ്. ഒരു ഒറ്റ ഓട്ടം കൊടുക്കുന്നു. ഓ, നല്ല നല്ല ശക്തിയുള്ള മഴയാണ്. ഓ യെസ്, ഇവിടുത്തെ പോലീസിന്റെ വണ്ടിയാണ് പോണത്. യെസ്, ഇതാണ് നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റ്. ബാലി പിന്നെ എസ്തെറ്റിക്സ് വിട്ട് ഒരു കളിയില്ല കേട്ടോ. എന്തുണ്ടെങ്കിലും ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട്. എനിക്ക് മറ്റൊരു നാട്ടിൽ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് അത് മറ്റൊരു രാജ്യമാണെങ്കിൽ എനിക്ക് ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ അവിടുത്തെ ലോക്കൽ ഫുഡ് കഴിക്കണം. ഇപ്പോൾ പൊതുവെ കഴിച്ചാൽ റിസ്കി ആവാത്ത ലോക്കൽ ഫുഡുകളുണ്ടല്ലോ, അതൊക്കെയാണ് ഞാൻ കഴിക്കൽ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇവരുടെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ എഗ്ഗും ഒക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമുണ്ട്. എന്തോരം നാസി ഗൊറാങ്. അപ്പോൾ ആ ഒരു ഡിഷാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഒരു സേഫ് ഫുഡ്. നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു സേഫായിട്ട് തോന്നുന്ന ഫുഡ് നോക്കിയിട്ട് നമുക്ക് കഴിക്കാം. യെസ്, no English menu? Yes. English menu? Only chicken. Okay. Yeah. This one chicken soup. Spicy. This one Thai chicken. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ മെനു പോലും ലോക്കൽ ഭാഷയിലാണ്, ഇംഗ്ലീഷ് ഇല്ല. ഞാൻ ഇവരോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ചിക്കൻ്റെ ഒരു റൈസ് ഉണ്ട്, ചിക്കൻ കറി, ചോറ്, 5 മെനു വെക്കുക. ഇതാ ഈ ഒരു സാധനമാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ചിക്കൻ കറി, റൈസ്, പിന്നെ എന്തൊക്കെയോ വെജീസ് ഉണ്ട്,
പിന്നെ ഒരു ഐസ് ടീയോ അല്ലെങ്കിൽ ഒരു ചൂട് ചായ കിട്ടും. ഇതിൻ്റെ വില 47,000 രൂപയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മെക്കാനിസം വെച്ചിട്ട് ലാസ്റ്റത്തെ 2 അങ്ങോട്ട് കട്ട് ചെയ്യുക. അപ്പോൾ 470 പകുതി നോക്കുക. ഇവരിങ്ങനെ ഇടയ്ക്ക് പുള്ളിക്കുത്തൊക്കെ ഇട്ട് നോക്കിയിട്ട് നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ ഈ ലാസ്റ്റ് 2 കട്ട് ചെയ്തിട്ട് 470 പകുതി പറയുമ്പോൾ ഏകദേശം 235 രൂപ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഏകദേശം ഒരു 230, 250 ആ ഒരു റേഞ്ചിലാണ് നമ്മളൊരു ഫുഡിന് വേണ്ടിയിട്ട് ഇവിടെ പൈസ ചിലവാക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ എത്ര ദിവസത്തെ എൻ്റെ അനുഭവത്തിൽ ഇവിടെ കൊള്ളാവുന്നൊരു സ്ഥലത്തൊക്കെ ഇരുന്നിട്ട് നല്ലൊരു ഫുഡ് കഴിക്കണമെങ്കിൽ നമുക്ക് ഏകദേശം നമ്മുടെ നാട്ടിൽ ഒരു 300 മുതൽ 500 രൂപ വരെ ചിലവാണ് വരിക. ഇതിപ്പോൾ ഞാൻ അതുവരെ കഴിച്ച മീൽസിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ മീലാട്ടത്. പൊതുവേ ഒരു 500 രൂപയുടെ റേഞ്ചാണ് ഒരു ടൈമിലെ മീലാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും എനിക്ക് ചിലവാകൽ. നമുക്ക് അതിലും ചിലവ് കുറഞ്ഞ് കഴിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഞാൻ കുറച്ചുകൂടെ ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഓരോ റെസ്റ്റോറൻറ്റ് കഫേ കാണുമ്പോൾ നമ്മളവിടെ കയറി ഇരുന്ന് പോകും, നമ്മൾ മേടിച്ച് കഴിച്ചു പോകും. അത്രയും ഭംഗിയിലാണ് എല്ലാ സംഭവങ്ങളും സെറ്റപ്പ് ചെയ്യുക. ഈ ഒരു ഹോട്ടലിന് നല്ല ഭംഗിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഇൻറ്റീരിയറാണിത്. അവിടെ 2 കവിതാക്കൾ ഇരിക്കുന്നുണ്ട്. പിന്നെ അതല്ലാതെ ഈ ഹോട്ടലിൽ വേറെ ആരുമില്ല. ഞാനും അവിടെ ഇരിക്കുന്ന ഒരു കപ്പിളും മാത്രമാണ് ഇവിടുത്തെ ഗസ്റ്റ്. പ്രത്യേകിച്ച് മഴ ആയതുകൊണ്ട് ഇപ്പം ഇവിടെ ആരും വന്ന് കയറാൻ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. എങ്കിലും ബാലി കുറച്ചുള്ളോട്ട് വിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഭംഗിക്കൊരു കുറവുണ്ടാവില്ല. ബഖാസ് ഗിലി മനൂഖ് ബാലി. അപ്പോൾ അയാം ബെത്തുത്തു, ഇതാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. എൻ്റെ അമ്മ ബെത്തുത്തിൻ്റെ ഫോട്ടോ ആണത്. ഓക്കെ, നമുക്ക് നമ്മുടെ സീറ്റിൽ തന്നെ പോയിരിക്കാം. ഇത് നമ്മുടെ റോസ്റ്റ് ചെയ്ത കടലയാണ്. എന്തോ ഒരു ചട്നി, ഒരു വെജ് ചട്നിയും ചമ്മന്തിയൊക്കെ ഉണ്ട്. പിന്നെ റൈസ് എന്ന് പറയുമ്പോൾ ഇതിന് സ്റ്റിക്കി റൈസ് എന്നാണ് പറയുക. നമ്മുടെ ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിൽ ചില സ്റ്റേറ്റുകളൊക്കെ ഈ റൈസ് യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റിക്കി റൈസ്. പിന്നെ നമ്മുടെ ചിക്കൻ കറി, കട്ടൻ ചായ. ഇവരുടെ കട്ടൻ ചായക്ക് നമ്മുടെ നാട്ടിലെ കട്ടൻ ചായൻ്റെ ടേസ്റ്റ് അല്ല, അവരുടെ തേയില പ്രോസസ്സിങ് രീതിയിലൊക്കെ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ചായൻ്റെ ഒരു 10% ഫ്ലേവർ ഉണ്ടാവും. പിന്നെ നമ്മളെ കഞ്ഞിവെള്ളത്തിൻ്റെ ഒക്കെ ഒരു ചുവയും അതാണ് ഈ ഒരു ചായക്ക് ഉള്ളത്. ഉപ്പല്ല, സ്വീറ്റാണ്. കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു ടച്ച് ഉള്ളത്. ഏതായാലും നമ്മൾ റൈസിലേക്ക് വന്നെത്തിക്കേട്ടാ. നല്ല സ്പൈസിയാണ്. ഇതോ എനിക്ക് സ്പൈസി ഇഷ്ടമല്ലേ, പറയാൻ മറന്നുപോയതാ സ്പൈസി ആകുണ്ടാകും. ഇതിൻ്റെ ഒരു ഗുണമായിട്ട് എനിക്കെന്നെ തോന്നിയിട്ടുള്ളത്, എനിക്ക് എല്ലാ സ്ഥലത്തും ഫുഡ് പെട്ടെന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ചും 1ാമത്തെയോ 2ാമത്തെയോ ട്രൈ തന്നെ ഞാൻ ആ ഫുഡ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. ഇച്ചിരി എരിവ് കൂടുതലാണുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ വെക്കുന്ന, വീട്ടിൽ വെക്കുന്ന ചിക്കൻ സൂപ്പ് ഉണ്ടല്ലോ, ആ ഒരു സൂപ്പിൻ്റെ ഒരു ഫ്ലേവറാണിത്. ഇവരുടെ ചട്നീസിലൊക്കെ നമ്മളെ പുൽത്തൈലുണ്ടല്ലോ, അതിൻ്റെ ഒരു ഫ്ലേവർ എവിടേക്കോ കയറി വരും. പുൽത്തൈലും ഇവർ ഇനി ഇതിന് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇല്ല, അതിൻ്റെ ഫ്ലേവർ ഇടയ്ക്കൊക്കെ ചില ചട്നികളിൽ കയറി വരും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, മഴയും തീർന്നിട്ടുണ്ട്. നമുക്കിനി യാത്ര കണ്ടിന്യൂ ചെയ്യാം. ലേക്ക് എയർപോർട്ടിലേക്ക് ഇനി ഇവിടുന്ന് 2 കിലോമീറ്റർ കൂടി ദൂരമുള്ളൂ, എത്തും. യെസ്, അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാ. ഇതിലേവോ ആണ് വഴി. നമുക്ക് തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. Hello. I go to new waterfall. You park it there, yeah? There. Yeah, there, yeah.
ഇവിടുത്തെ എല്ലാ വെള്ളച്ചാട്ടങ്ങളും നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഒരു നല്ലൊരു റണ്ണിങ് സിസ്റ്റം ഉണ്ട് എല്ലായിടത്തും. ടിക്കറ്റ് ഉണ്ട്, അതുപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റിയും മറ്റെല്ലാ സാധനങ്ങളും അടിപൊളിയാണ്. നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. Hi. Hi. You can go to waterfall. Yes, is there any ticket? Yes, but our way like this. It's okay for you. You want to go now? But not all like this. 5 minutes near from this waterfall. We can go to the waterfall? In the waterfall, you mean you wanna swim? No, I want to see. Yes, you can see and take a picture. But for swim, you cannot for now because big wind before. So the water also big. Okay, no problem. It's okay. You wanna try? Yeah, I will go. How many person? See. How much is it? Tell them. Sir. Two adults support equally. It's in Google Maps. In Google Maps. It's showing close. Yes, we have problem. I think there is hacker. Oh, okay. Yes, hacker. So ആക്റ്റീവ് ക്ലോസ് ചെയ്തായിട്ട് ആൾക്കാരാണ് പറയുന്നത്. ticket. 300 meter go to waterfall. 15 minutes going walk and 400 step. Can be careful, yeah. You wanna pay 15 minutes. 15 minutes. 1.5. Yeah. No 50, yeah. ഇവിടുത്തെ 15 മിനിറ്റ് നടത്തുന്നുണ്ട്. 50,000 രൂപയാണോ ടിക്കറ്റിന്. 50,000 രൂപ പറയുമ്പോൾ 2 പൂജ്യം കട്ട് ചെയ്ത് ഡിവൈഡ് ചെയ്താൽ മാർട്ടിൽ 250 റുപ്യ. ഓക്കെ, താങ്ക് യു. Just follow the people, yeah, to go down. Enjoy your trip. Thank you. വാട്ടർഫോളിലേക്കുള്ള വഴി. നമ്മൾ ഇന്ത്യയിൽ ഓരോ വാട്ടർഫോളിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു അൺഎക്സ്പ്ലോർഡ് സ്ഥലത്ത് പോകുന്ന ഫീൽ കിട്ടും. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ അൺഎക്സ്പ്ലോർഡ് ഒന്നുമില്ല, ഫുള്ള് വെൽ എക്സ്പ്ലോർഡ് ആണ്. ഗുഡ് ആഫ്റ്റർനൂൺ. യാ, താങ്ക് യു. ഒരു കുട മേടിക്കാൻ ഞാൻ മണ്ടത്തരായി പോയിട്ടോ. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. ഇവിടുത്തെ 15 മിനിറ്റ് നടത്തണ്ടല്ലോ. നടന്ന് താഴെ എത്തിയിട്ട് നിൽക്കാനിതുപോലെ ഷെൽട്ടറും ഇല്ല. മഴയും പെയ്ത് തുടങ്ങിയാൽ പെട്ടും, ഫുള്ള് നനയും. നനഞ്ഞ് പിണ്ടിയായി ഡ്രൈവ് ചെയ്ത് കൊണ്ടിരും. ഏതായാലും ഇനി നമുക്ക് കുറേ വാട്ടർഫോളുകളിലും പല സ്ഥലങ്ങളിലും പോകാനുണ്ട്. അതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്നും ഉച്ചയ്ക്ക് ശേഷം മഴയും പെയ്യുന്നുണ്ട്. അവിടെ മഴ പറയുമ്പോൾ തകർത്ത് പെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും ഒരു കുട വാങ്ങണം മറക്കാണ്ട്. 400 സ്റ്റെപ്പുകളുണ്ടെന്നാണ് പറഞ്ഞത്. അതൊക്കെ നമ്മൾ പുട്ട് പോലെ ഇടണം. ഒരു സ്റ്റെപ്പ് ഒരു കാല്. പോകുന്ന വഴിക്കൊക്കെ ഇഷ്ടംപോലെ കഫേകളും പിന്നെ ഇതുപോലെ സ്വിങ്ങുകളും ഉണ്ട് കേട്ടോ. ഊഞ്ഞാൽ മറ്റേ നല്ല ദൂരത്തിലേക്ക് അങ്ങോട്ട് ആകാശത്തേക്ക് പറക്കാൻ പറ്റുന്ന ഊഞ്ഞാൽ. ഞാനതൊരു ട്രൈ ചെയ്തില്ല, ഒന്നൊരു ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നോക്കാം. നമുക്ക് തിരിച്ചുകൊണ്ട് വരുമ്പോൾ മഴ കുറയാണ്, നമുക്ക് വേണമെന്ന് ട്രൈ ചെയ്ത്. എന്ത് ഭംഗിയാലേ നടന്നു പോകുന്ന വഴികളൊക്കെ. ഒരു ട്രോപ്പിക്കൽ ചെടികളാണ്. വാ, പിന്നെ ശക്തിയായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ പെയ്യുന്നതുകൊണ്ട് വാട്ടർഫോളിൽ നല്ല വെള്ളമാണ്. അപ്പോൾ അതിൽ ഇറങ്ങിയിട്ട് സാധാരണ ആൾക്കാർ കുളിക്കലുണ്ട്. പക്ഷെ ഇപ്പോൾ കുളിക്കാൻ പറ്റില്ല, നമുക്ക് മുകളിൽ നിന്ന് ഡിസ്ക്ലൈമർ ഉണ്ട്. എനിവേ നമുക്ക് കുളിക്കാൻ പ്ലാനൊന്നുമില്ലായിരുന്നു. പക്ഷേ യെസ്, അവർ പറഞ്ഞുകൊണ്ടെങ്കിൽ നമ്മൾ തീരെ കുളിക്കില്ല. നടന്ന് നമ്മളൊരു ചെറിയൊരു റിവർ ക്രോസിലെത്തി. നല്ല ശക്തിയായിട്ട് മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല ശക്തിയിൽ വെള്ളം വരുന്നുണ്ട് പുഴയിൽ. യെസ്, വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. നമ്മൾ അടുത്തെത്തിയെന്ന് തോന്നുന്നു. യെസ്, ഫസ്റ്റ് ലുക്ക് ഓഫ് വാട്ടർഫോൾ.
എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിലങ്ങോട്ട് പോയിട്ട് താഴെ ഇറങ്ങാൻ പറ്റും തോന്നുന്നത്. നമ്മൾ ഗൂഗിൾ ഇമേജ് സെർച്ചിൽ അടിച്ചപ്പോൾ കണ്ട ഫോട്ടോസൊക്കെ ഇച്ചിരി കൂടി താഴത്തു നിന്നുള്ള കുറച്ചുകൂടെ വ്യൂ ഉള്ളതിൻ്റെ ബേസാണ് കാണാൻ പറ്റുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ താഴോട്ടൊരു സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു. എന്താ മോനെ, ലേക്ക് പോകുന്നു. ആകെ ഞാൻ നനയുന്നുണ്ട്. തുടർന്ന് വെള്ളം ചാടിയിട്ട് കാറ്റടിച്ചിട്ട് വെള്ളം അടിച്ചിട്ട് ഞാൻ നനയുന്നുണ്ട്. അടിപൊളിയല്ലേ. ഞാൻ അത് കഴിഞ്ഞ് ഫുള്ള് നനഞ്ഞിട്ടോ, നല്ലൊരു മഴ കൊണ്ട് അത്ര നനഞ്ഞിട്ടുണ്ട്. നമ്മൾ വരുമ്പോൾ പെയ്ത മഴ ഇല്ല, അതിനുശേഷം പിന്നെ മഴ പെയ്തില്ല. പക്ഷെ ഇത് മൊത്തം ആ ഒരു വെള്ളച്ചാട്ടത്തിന് കാറ്റും കൊണ്ട് അടിക്കുമ്പോഴേ ആ വെള്ളത്തിൻ്റെ സ്പ്രേയും കൊണ്ട് തന്നെ ഞാനിപ്പോഴും ഒപ്പോയ്ക്ക് വേണ്ടിയിട്ട് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോട്ടോസ് ഞാൻ അവിടെ നിന്ന് എടുത്തതാണ്. ഇനി നമ്മളെ 400 സ്റ്റെപ്പ് കയറി തിരിച്ചവിടെ എത്തണം. ഈ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ ഒരു മേഘാലയ ഫീൽ അടിക്കുന്നുണ്ട് കേട്ടോ. മേഘാലയയും സൗത്ത് ഏഷ്യൻ്റെ ഒരു ഭാഗത്ത് വരുന്നതാണല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ ഏകദേശം ഒരേ സംഭവം തന്നെ ആയിരിക്കും കാണാൻ. അടുത്തായിട്ട് നമ്മൾ പോണത് സമയം 5:05 ഏകദേശം 6:10 ആകുമ്പോൾ സൺസെറ്റാണ്. അതിന് മുമ്പ് തന്നെ ഇരുടാവും. ഇങ്ങനെ മൂടിയ സ്ഥലമാണല്ലോ. 33 മിനിറ്റ് കാണിക്കുന്നുണ്ട്. നുങ് വാട്ടർഫോൾ, അവിടേക്ക് നമ്മൾ അടുത്ത് പോകുന്നത്. ഇതേ കിടക്കണം, ഇങ്ങനെ ഉണ്ടാവും കാണാൻ. വെരി ബ്യൂട്ടിഫുൾ ആണ്. അവിടെ എത്തുമ്പോഴത്തേക്ക് ഇരുടായില്ലെങ്കിലും പോയി കാണാം. എന്നാലും അവിടെ ടിക്കറ്റായിട്ട് അവർ വാങ്ങിയ 50,000 ഇന്തോനേഷ്യൻ റുപ്പയ അല്ലെങ്കിൽ 250 ഇന്ത്യൻ റുപ്പീസ്. ഇത് വെച്ചിട്ടാണ് അവിടുത്തെ മെയിൻ്റനൻസ്, പാർക്കിംഗ്. അവിടെ 3-4 സ്റ്റാഫുണ്ട്, ആ സെക്യൂരിറ്റിക്കാരനുണ്ട്. നമ്മൾ ആദ്യം പാർക്ക് ചെയ്തപ്പോൾ തെറ്റിപ്പോയി. എന്നിട്ട് അയാൾ വന്നിട്ട് പറഞ്ഞ് അവിടെ എല്ലാം അപ്പുറത്താണ് പാർക്കിംഗ്. അപ്പോൾ ഒരു സെക്യൂരിറ്റിക്കാരനുണ്ട്. അപ്പോൾ ഇത്രയും ആളുകളെ വെച്ച് അതിൻ്റെ എല്ലാ സെറ്റപ്പുകളും ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ അവർക്ക് 250 രൂപ വെച്ച് പറ്റുന്നുണ്ട്. അടിപൊളിയാണ്. കുറച്ച് ഉള്ളോട്ട് പോകുന്ന ഉൾനാടൻ റോഡാണ്. ഇതേ കിടക്കുന്ന ഒരു അമ്പലം, കിടിലം. ഇവിടെ പിന്നെ ചില സ്ഥലങ്ങളിൽ വീട് ഏതാ അമ്പലം ഏതാണെന്ന് മനസ്സിലാവില്ല, രണ്ടും ഒരേ ഡിസൈൻ ആയിരിക്കും. അമ്പലം എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഉണ്ടാവും അവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് കൊലായിലൊരു കസാര കെട്ടിയിട്ട് ഇങ്ങനെ ആൾക്കാർ കുത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ അമ്പലവും വീട് എനിക്ക് ഇപ്പോഴും പിടിയിട്ടില്ല. അങ്ങ് ദൂരെ നിന്ന് എന്തോ ഒരു അടയിളകി വരുന്നുണ്ട്. എന്തോ ഒരു ഉത്സവമാണ്. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. അതങ്ങോട്ട് വരികയായിരുന്നില്ല, അതങ്ങോട്ട് പോവുകയായിരുന്നു. നമ്മൾ കുറച്ചുകൂടെ പെടുക. കൊള്ളാലോ പരിപാടി. ഹലോ, ഹായ്. 1 minute.
കഴിഞ്ഞ 5 ദിവസം ടാക്സിയും ഫുൾ ടീമൊക്കെ ആയിട്ട് കറങ്ങിയതിനേക്കാളും സന്തോഷം എനിക്ക് ഒറ്റ ദിവസം ഞാൻ സ്വന്തം ഡ്രൈവ് ചെയ്ത് കറങ്ങി പോയിട്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ കുറേ ഫോട്ടോസ് കിട്ടിയിരുന്നു കേട്ടോ. പക്ഷെ അത് നമ്മൾ ഈ വീഡിയോ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ എനിക്ക് കുറേ സമയം വേണം. അതുകൊണ്ട് ഈ വ്ളോഗ് എഡിറ്റ് ചെയ്ത് തീർന്നപ്പോഴും ഞാൻ ഫോട്ടോ എഡിറ്റ് തുടങ്ങിയില്ല. അതുകൊണ്ടാണ് ഫോട്ടോ നമുക്ക് അധികം ഇതിൽ കാണിക്കാൻ പറ്റാത്തത്. ഇപ്പോഴത്തെ ആൾക്കാർ സൂപ്പർ ഫ്രണ്ട്ലി ആയിരുന്നു. ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമായതുകൊണ്ടിരിക്കും. അടിപൊളി സ്ഥലം. ബാലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. നമ്മളെ വണ്ടി അതാ നമ്മളെ കാത്തവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. ഇതിൽ ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു ഉൾഗ്രാമത്തിൽ നമ്മളിപ്പോൾ എത്തിയേട്ടോ. വാ, ഡ്രാഗൺ ഫ്രൂട്ട് റോഡ് സൈഡിലൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിക്കണേ. ഈ മരത്തിൻ്റെ മുകളിലോ അല്ല, ഏതായാലും റോഡ് സൈഡല്ലേ, പുതുമുദ്ര എന്നുള്ള പ്രതീക്ഷയിൽ ഈ പഴുത്ത് നമുക്ക് അങ്ങോട്ട് പൊട്ടിച്ചാലോ. യെസ്, സംഭവം ചെറുതാണ്, നല്ലൊരു രസമല്ലേ. റോഡ് സൈഡിൽ നിന്നൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് പറിച്ചെന്താ പറ്റി അറിയുമ്പോൾ. ഡ്രൈവ് ഡിസ്റ്റൻസിന് 25 മിനിറ്റാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൊരു സ്റ്റോപ്പൊക്കെ എടുത്തല്ലോ. 5:45 നമ്മളെത്തുമ്പോഴത്തേന് ഈടാവും. അപ്പോൾ നമുക്കിനി ഇന്ന് ആ വാട്ടർഫോൾ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് അതിൽ മുമ്പോട്ട് തന്നെ പോയേക്കാം, വണ്ടി ഉണ്ടല്ലോ അതിൽ. ഇനി അഥവാ ഇരുട്ടായി അവിടെ സ്റ്റേ ചെയ്യാൻ സെറ്റപ്പ് ഒന്നും കിട്ടിയില്ല, നമ്മൾ തിരിച്ചു വരും അല്ലേ. എന്തത്, എന്തോ പരിപാടി നടക്കുന്നുണ്ടല്ലോ അവിടെ. നമ്മൾ ആ ചെറിയ റോഡിന് പോയി നല്ല വലിയൊരു റോഡിൽ കയറി കേട്ടോ. നല്ല ഭംഗിയുള്ള റോഡ്. റൈസ് ടെറസ് 2 സൈഡിലും. എമ്മാതിരി ഗ്രാമീണ ഭംഗിയാണ്. അടിപൊളി. നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്തി. കാർ പാർക്കിംഗ് ഇവിടെ. ആരുമില്ല, ഒറ്റ ടൂറിസ്റ്റും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇരുടുകൊണ്ട് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് വരെ കത്തിച്ച്. നമ്മൾ നല്ലോണം ലേറ്റായി, എന്നാലും സാരില്ല. എൻട്രൻസ് കുറേ പോകാണ്ട് കേട്ടോ. വെളിച്ചം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനി നോ ഗോയിങ് ബാക്ക്. നമ്മളിവിടെ ഓരോ അംസ് ഇതും കൂടെ കവർ ചെയ്ത് അങ്ങോട്ട് പോയാൽ ഇത് നമ്മളെ ലിസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാലോ. ഓ, ഇതാണ് വാട്ടർഫോൾ അല്ലേ. നമ്മൾ നടന്നൊരു ഇതവിടെ എത്തി. ഇതിൻ്റെ താഴോട്ട് ഇറങ്ങാണ്ടെന്ന് തോന്നുന്നു. നല്ല ഇരുടായിട്ട് കേട്ടോ. നിങ്ങൾ ഇപ്പോൾ ക്യാമറയിൽ കാണുന്ന വെളിച്ചൊന്നും ഇവിടെ ഇല്ല. ഓ മാൻ, 2 വെള്ളച്ചാട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ട ചെറുപറണ അവിടെ മെയിൻ സാധനത അവിടെ ഉണ്ട്.
യെസ്. ഓ, ഇതാണ് നമ്മളെ വാട്ടർഫോള്. ശരിക്കും നല്ല ഇരുടാണ് കേട്ടോ. ഞാനിപ്പോൾ ക്യാമറേൻ്റെ ഇതുവരെ ലോ ലൈറ്റ് മോഡ് ഓഫ് ആയിരുന്നു, ഇപ്പോൾ ലോ ലൈറ്റ് മോഡ് ഓൺ ആക്കിയതാണ്. യെസ്, ഇറ്റ് അതിൽ ഇരുടാണ്ട് ഇന്നത്തെ ദിവസം ഈ ലൊക്കേഷനിൽ അവസാനിക്കും. പിന്നെ എത്ര ഭംഗിയായിട്ടാണ് ഈ ഒരു സ്ഥലമൊക്കെ അവർ സെറ്റപ്പ് ചെയ്തത്. ഞാൻ വന്നപ്പോൾ ഇങ്ങനെ കുറച്ച് ചെടികൾ കിടക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആരോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പറിച്ച് ചുമ്മാ അവിടെ കൊണ്ടുവന്നതാണെന്ന് വിചാരിച്ചു. പക്ഷെ അല്ല, നോക്കിയപ്പോൾ ഇത് ഇവിടെ നട്ടതാണ്. എല്ലാ സംഭവങ്ങളെ ഇവിടെ നട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് ഈ ഒരു ചെടി കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ ഇങ്ങനെ ഈ ചെടി പിടിച്ചു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. അപ്പോൾ ആ ഒരു വിഷനോട് കൂടിയിട്ട് ഇവരിവിടെ നട്ട് പിടിപ്പിക്കുകയാണ്. അതെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. ഒരുപാട് സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ടാണോ, ഏകദേശം ഒരു 10 മിനിറ്റ് ആ സ്റ്റെപ്പുകൾ ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ആ 10 മിനിറ്റ് ഇറങ്ങിയ സ്റ്റെപ്പുകൾ കയറാൻ എന്തായാലും ഒരു അരമണിക്കൂർ എടുക്കും. നമ്മൾ തിരിച്ച് വണ്ടി എത്തുമ്പോഴത്തേക്ക് ഇരുടാവും. ഇതിപ്പോൾ ഓൾറെഡി ഇരുടായി, പക്ഷേ പിച്ച് ബ്ലാക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അങ്ങനെ കുത്തനെ മേലോട്ട് പോകുന്ന സ്റ്റെപ്പുകളാണ്. അയ്യോ, ഓൾറെഡി ടയേർഡ്. ഏതായാലും ഇരുടായി. ഞാനൊരു റൂം ബുക്ക് ചെയ്ത് ഇന്ന് സെറ്റിലാകാൻ പോവാണ്. അപ്പം നാളെ ഞാൻ രാവിലെ ഷൂട്ട് ചെയ്യാൻ വിചാരിക്കുന്ന ഒരു ടെമ്പിൾ ഉണ്ട്. എന്തെങ്കിലും ടെമ്പിളിൻ്റെ പേര് ഇവിടുത്തെ പേരുകളൊന്നും പറയാൻ കിട്ടില്ല. ടെമ്പിളിൻ്റെ പേര് ഉലുന്താൻ ഭരതൻ ടെമ്പിൾ. നല്ല ഭംഗിയാണ് രാവിലെ കാണാൻ. ഞാൻ ഒപ്പോനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വൈകുന്നേരം പോയിരുന്നു. അപ്പോൾ രാവിലെ ആ ഒരു ഫോഗും ലൈറ്റൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പോകാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു സ്ഥലമാണ് ഞാൻ നോക്കുന്നത്. നവാലിയ വില്ല എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണിക്കുന്നുണ്ട്. 3,35,000 റുപ്പയാണ് അതിൻ്റെ ഒരു ദിവസത്തെ ചാർജ്. അത് ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റുമ്പോൾ ഏകദേശം 1,800 രൂപ വരും. ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് കാണിക്കുന്നത്. അപ്പോൾ ഞാനത് ബുക്ക് ചെയ്ത് അങ്ങോട്ട് പോവാം. യെസ്, ഇതുപോലത്തെ ഒരു സംഭവമാണെന്നാണ് ഫോട്ടോയിൽ കാണിക്കുന്നത്. അങ്ങോട്ട് പോവാം. നമ്മളിപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് ഏകദേശം 40 മിനിറ്റ് ഡ്രൈവ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. എനിക്ക് രാവിലെ ആ ടെമ്പിൾ പോയിട്ട് ഷൂട്ട് ചെയ്യണമല്ലോ. അപ്പോൾ രാവിലെ അത്രയും നേരം ഡ്രൈവ് ചെയ്യാനാവില്ല. അതുകൊണ്ട് നമ്മൾ ആ ടെമ്പിളിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ നിൽക്കുന്നത്. അതാകുമ്പോൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന പണിയുള്ളൂ. നേരെ നടന്നു പോയിട്ട് അങ്ങോട്ട് ആ ടെമ്പിളിലെത്താം, ഫോട്ടോ ഒക്കെ എടുക്കാം. ഇപ്പം ഞാൻ ആളൊരു മടിയാനാണ്. അപ്പോൾ എൻ്റെ മടി ഞാൻ ഇങ്ങനെയൊക്കെയാണ് പരിഹരിക്കല്. രാവിലെ എണീച്ച് ഒരു സ്ഥലത്തേക്ക് കഷ്ടപ്പെട്ട് പോകാനൊക്കെ ചിലപ്പോൾ മടിയായിരിക്കും. അപ്പോൾ റൂമിൽ AC ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ AC-യുടെ തണുപ്പൊക്കെ അടിച്ച് ഇങ്ങനെ സ്വിച്ച് കിടക്കുന്ന സമയത്ത് ഭയങ്കര മടിയാവും. പകരം രാവിലെ എണീച്ച് ഇങ്ങനത്തെ ചെറിയ ചെറിയ ടാസ്ക് ഒന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനുണ്ടെങ്കിൽ ഞാനത് ഈസി ആയിട്ട് ചെയ്യും. അപ്പം എൻ്റെ ഈ ഒരു മടി ഞാനിങ്ങനെ ടാക്കിൾ ചെയ്യലും. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. ഇത് നമ്മുടെ ഹോസ്റ്റാണ്. ഇവർ നമ്മുടെ റൂം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വരിക. വിച്ച് വൺ? ആ, ഓക്കെ. നമ്മളെ ബാഗ് വേറെ ഇവിടെ ആദ്യം കൊണ്ടുവച്ചിട്ടുണ്ട്. ആ നമ്പറും താങ്ക് യു. You're welcome. ആ, ഇന്ന് റൂട്ടിൽ നിന്ന് പറിച്ച ഡ്രാഗൺ ഫ്രൂട്ട് ഇല്ലേ, ചെറുതാണ്. പക്ഷെ ഇങ്ങനെ ഉള്ളിൽ കളർ കണ്ടിട്ട്, ഇത് കളറായത് കണ്ടിട്ട് പറിച്ചാണ് ഞാൻ. അപ്പോൾ നമ്മുടെ ഹോസ്റ്റിൻ്റെ കയ്യിൽ ഈ ഫ്രൂട്ട്, പിന്നെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇന്നലെ മേടിച്ച ഒരു ഡ്യൂറിയൻ ഉണ്ട്. അല്ല, ഡ്യൂറിയൻ അല്ല, ഒരു സർസൂപ്പ് എന്ന് പറഞ്ഞ ഫ്രൂട്ട് ഉണ്ട്. പിന്നെ ഒരു യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ കേട്ടിട്ടുള്ളൂ, ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ഇന്നലെ ആവേശത്തിൽ മേടിച്ചാണ്. അപ്പോൾ ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടി കണ്ടപ്പോൾ ഓളെന്താക്കി ഒരു പ്ലേറ്റും കത്തിയും ഒരു സ്പൂണും തന്നത് കൊണ്ടാനായിട്ട്. തെരുവ് നായി തെരുവ് പൂച്ച എന്നൊക്കെ പറയുന്ന ഒരു തെരുവ് ഫ്രൂട്ട്. യെസ്, ഈ റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് എൻ്റെ വീട്ടിലുണ്ട്, അല്ലാതെ മാർക്കറ്റിൽ ഞാൻ മേടിച്ച് കഴിച്ചിട്ടുണ്ട്. ഇതിനൊരു ഫ്ലേവർ ഉണ്ട്. പൊതുവെ ഈ സാധനത്തിന് ഒരു മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ ഇതിന് ഫ്ലേവർ ഉണ്ട്. സംഭവം ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് ഞാൻ പറയില്ല, ഇത്രയും നല്ലൊരു ഇത് ഞാൻ തിന്നില്ല, ഡ്രാഗൺ ഫ്രൂട്ട് തിന്നില്ല, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ഫുഡ് ഞാൻ കഴിച്ചില്ല എന്ന് പറയില്ലേ. ഇതങ്ങനെ പറയല്ല, ഇത്രയും നല്ലൊരു ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ഇപ്പോൾ കഴിച്ചില്ല. നമ്മൾ രാവിലെ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ച ഒരു ടെമ്പിളിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ആ ഒരു ഭരതൻ ടെമ്പിളാണ്, ഉലുന്താനു ഭരതൻ ടെമ്പിൾ.
അപ്പോൾ ഉരുന്താനു ഭരത്തൻ ടെമ്പിളും അത് കുറച്ച് ഫോട്ടോ എടുക്കുന്ന സംഭവങ്ങളും ഒക്കെ നമുക്ക് കാണാം. അതിനുശേഷം എങ്ങോട്ട് പോകുന്നുള്ളത് എനിക്കിപ്പോൾ അറിയില്ല, ഞാൻ നാളെ തീരുമാനിക്കുള്ളൂ. ഞാനങ്ങനെ വലിയ പ്ലാൻ എന്നിട്ട് വന്ന ആളല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ദാറ്റ്സ് ഇറ്റ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ആഷിഖ് സി സൈനിങ് ഔട്ട്.